ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സ് വികസിക്കണം. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക, മനസ്സ് വികസിക്കുക. അപ്പോൾ ഈ വികസിക്കുക എന്നത് പ്രകൃതിയുടെ സഹജമായ സ്വഭാവമാണ്. ഇപ്പം നമ്മൾ തന്നെ അച്ഛൻ്റെ ശരീരത്തിലെ ബീജമായി അമ്മയുടെ ഗർഭപാത്രത്തിലെത്തി അങ്ങനെ വികസിച്ച് വന്നതാണ്. രക്തത്തിൽ നിന്ന് ബീജമുണ്ടാകുന്നു, അതൊരു വികാസമാണ്. ബീജം അണ്ഡവുമായി ചേരുന്ന വികാസമാണ്. ആ അണ്ഡം ഭ്രൂണമായി തീരുന്ന വികാസമാണ്. പിന്നെ അതൊരു കുഞ്ഞായി അങ്ങനെ നമ്മൾ വളർന്നു. അപ്പോൾ ഇവിടെ വികാസം എന്നത് പ്രകൃതി സഹജമാണ്. അപ്പോൾ ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ചെടിയായി മരമായി അങ്ങനെ വികസിക്കുന്നു. പിന്നെ അതിൻ്റെ വികാസത്തിൻ്റെ പാരമ്യത്തിൽ കഴിഞ്ഞാൽ പിന്നെ അത് സങ്കോചിക്കുന്നു, പഴയ അതിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. അതപ്പോഴും ഊർജം തന്നെയാണ്, എപ്പോഴും ഊർജം തന്നെയാണ്. അതുകൊണ്ടാണ് സയൻസ് പറഞ്ഞത് ഊർജം കട്ട പിടിച്ചതാണ് ഈ പ്രപഞ്ചം, ഈ രൂപങ്ങളൊക്കെ. ഊർജം ഒരിക്കലും ഇല്ലാതാവുന്നുമില്ല, നശിക്കുന്നുമില്ല. എന്നതുപോലെ നമ്മുടെ മനസ്സ് വികസിക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ അത് സ്വയമേവ വികസിക്കാത്തത്? മറ്റതെല്ലാം സ്വയമേവ ഇങ്ങോട്ട് വികസിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, അതിൻ്റെ സ്വയവികാസത്തിന്, സ്വാഭാവിക വികാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ അകത്ത് വളരെ ശക്തമായി സ്വാധീനിച്ചിരിക്കുന്ന കുറേ ദുർബല വികാരങ്ങൾ അതിനെ വികസിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടു. ആ വിത്തിനെ നമ്മൾ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് നിങ്ങൾ മൂടി വെച്ചു. ആ വിത്തിന് ഒന്ന് മുളച്ച് പൊങ്ങി വരാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ മൂടി വെച്ചു. അപ്പം അതിന് വളരാനുള്ളൊരു സാഹചര്യം നമ്മൾ കൊടുത്തില്ല. ഏതൊരു കാര്യത്തിനും വളരാൻ സാഹചര്യം ഇല്ല എങ്കിൽ അതൊരിക്കലും വളരില്ല. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ആന്തരിക അവയവങ്ങൾ വളരില്ല. അപ്പോൾ ഇവിടെ മനസ്സും വളരണമെങ്കിൽ ആ മനസ്സ് വളരാത്തതിന് കാരണമായി നിൽക്കുന്ന കുറേ ദുർബല ചിന്തകളുണ്ട്. അതെന്താണ് ഈ വളരാൻ അനുവദിക്കാത്ത ചിന്തകൾ? ഭയം, അതുപോലെ നമ്മുടെ ദുഃഖം, നമ്മളെക്കുറിച്ചുള്ള അന്ധമായ ചില ധാരണകൾ, അതിനെ മോഹം എന്ന് വിളിക്കും. ഇതുപോലെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഭോഗചിന്തകൾ, പിന്നെ ലോഭചിന്തകൾ, ഉള്ളതൊന്നും പങ്കുവയ്ക്കാൻ മനസ്സില്ലായ്മ, ഇങ്ങനെ സങ്കുചിത മനസ്സ്, ഇങ്ങനെ സംശയം, ഇങ്ങനെ കുറേ ദുർബല വികാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ അടിഞ്ഞു കൂട്ടിക്കിടക്കുകയാണ്. ഇത് നമ്മളെ താഴോട്ട് വലിക്കുന്നു. വൈറസൊക്കെ ശരീരത്തിൽ കയറിയപ്പോൾ ക്യാൻസർ സെൽസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മറ്റ് സെല്ലുകളെ കാർന്ന് തിന്ന് നമ്മുടെ ആന്തരിക അവയവം മുഴുവൻ തകർക്കുന്ന പോലെ. ഇപ്പോൾ ഇൻറ്റസ്റ്റൈൻ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റും സെക്കൻഡും തേർഡ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് അറിയുന്നത് വല്ല ചോറ് പോലെ ഉണ്ടാവും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം, തകർത്ത് തരിപ്പണാക്കി ഉണ്ടാവും. പിന്നെ അത് റേഡിയേഷനും നിങ്ങൾക്കറിയാലോ, കിമോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇതുപോലെ നമ്മുടെ മനസ്സിനെ കാർന്ന് തിന്നുന്ന ക്യാൻസറാണ്, അതിൻ്റെ വികാസത്തെ മുരടിപ്പിക്കുന്ന ക്യാൻസറാണ് നമ്മുടെ ഉള്ളിലുള്ള ദുർബല ചിന്തകൾ. ഇതിനെ നമ്മൾ നിസ്സാരമാക്കി കാണരുത്. കാരണം ഈ ദുർബല ചിന്തകളാണ് ഇനിയും ഇതുപോലെ ദുഃഖ ദുരിത ജീവിതം നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. കാരണം ഈ ചിന്തകളാണ് നമ്മളെ ജനിപ്പിക്കുന്ന വിത്ത്. ഇനിയും ജന്മം കിട്ടാനും ആ ജന്മത്തിലൂടെ ദുരിതം അനുഭവിക്കാനും കാരണമാകുന്ന വിത്താണിത്. ചിന്തകളാണ് മനുഷ്യന് ജന്മം തരാനുള്ള വിത്ത്. ഒരു വാഴ കന്ന് കുഴിച്ചിട്ട് വാഴ ഉണ്ടാകുന്ന പോലെ, ഒരു മാവിൻ തൈ വെച്ച് മാവുണ്ടാകുന്ന പോലെ ചിന്തകൾ ആണ് ബീജത്തിലൂടെ കുട്ടിയായി വളർന്ന് വികസിക്കുന്നത്. ഈ ദുർബല ചിന്തകളെ നമ്മൾ പരിവർത്തനം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ സുഖങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ബുദ്ധി കഴിവുള്ള ആളായിരിക്കാം, സാമർഥ്യമുള്ളതായിരിക്കാം, നിങ്ങൾക്ക് പണവും അത്യാവശ്യമൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ ദുർബല ചിന്തകൾ
അത് ആസ്വദിച്ച് ആനന്ദമനുഭവിച്ച് ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല. ആ സുഖത്തിൻ്റെ ഉള്ളിലും ദുഃഖവും, ആ സുഖത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ളവരെ സംശയിച്ചും, ആ സുഖത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കില്ലാത്തത് കണ്ട് പരിഭവിച്ചും പരിതാപം കാണിച്ചും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അസ്വസ്ഥരായി നീറിപ്പുകഞ്ഞ് ജീവിക്കാം. അപ്പം അതുകൊണ്ട് ആ ഉള്ളിലുള്ള ദുർബല വികാരങ്ങളെ നമുക്ക് മാറ്റിയെടുക്കണം. അതിനാണ് അർജുനൻ ചോദിച്ചത് കൃഷ്ണനോട്, കൃഷ്ണ, ഓരോരുത്തരെയും തളർത്തുന്ന, പാപിഷ്ഠരാക്കുന്ന ചിന്തകൾ. അപ്പം ഭഗവാൻ അതിനെ ഒന്നിച്ച് ക്രോഡീകരിച്ചിട്ടുണ്ട്. കാമയേഷ ക്രോധേഷ. കാമവും ക്രോധവും എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കാമം എന്നാൽ ഒരു സെക്ഷൽ തോട്ട്സ് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്, നമ്മുടെ ദുർബല വികാരങ്ങളോടുള്ള ആകർഷണം. ക്രോധം എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ, നമുക്കുണ്ടാകുന്ന ഈ ദുർബല വികാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഷേധങ്ങൾ, പൊട്ടിത്തെറികൾ. ഇത് നമ്മുടെ മനസ്സിനെ താഴ്ത്തുന്നു. അപ്പം ഇതെങ്ങനെ കിടക്കുന്നു നമ്മുടെ ഉള്ളിൽ എന്നും കൃഷ്ണൻ പറഞ്ഞു. ഒന്ന്, എപ്രകാരമാണോ പുക അഗ്നിയെ മറയ്ക്കുന്നത്. അപ്പോൾ അഗ്നി ഉണ്ടെങ്കിലും അതിനെ മറയ്ക്കുന്ന പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുകയുടെ കട്ടി കൂടുതലും തീവ്രത കൂടുതലും അഗ്നിയുടെ തീവ്രത കുറയുമ്പോൾ ആ പുക അഗ്നിയെ മറച്ചതുപോലെ നമുക്ക് തോന്നും. അഗ്നിക്ക് തീവ്രത വന്നാൽ കഴിഞ്ഞു, പിന്നെ പുകയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എന്നാൽ അഗ്നിയുടെ തീവ്രത കുറവും. നമ്മൾ പലപ്പോഴും ഇത് അനുഭവിക്കുന്നത് ഈ ഓലയൊക്കെ കത്തിക്കുമ്പോൾ, അത് ഇത്തിരി നനഞ്ഞ ഓല എടുത്ത് കത്തിച്ച് നോക്കൂ. നിങ്ങൾ നനഞ്ഞ പേപ്പർ എടുത്ത് കത്തിച്ച് നോക്കൂ. അപ്പോൾ ഒന്ന് തീ പിടിച്ചാലും പെട്ടെന്ന് അതങ്ങോട്ട് പുകയായിട്ട് വരുമ്പോൾ ആ തീക്കൊരു തീവ്രത കാണില്ല. അപ്പോഴേക്കും അതിൻ്റെ ചുറ്റും അങ്ങോട്ട് പുക നിറഞ്ഞിട്ടുണ്ടാവും. ഈ ഹോമം നിങ്ങളൊക്കെ ഇപ്പം അടുപ്പൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്നതൊന്നും നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ടാവില്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇപ്പോൾ വീടുകളിലൊക്കെ അടുപ്പുള്ളവർ വളരെ കുറവല്ലേ, ഒക്കെ ഗ്യാസ് അല്ലേ. അതുകൊണ്ട് പുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അമ്പലങ്ങളിലുള്ള ഹോമം കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ അവിടെ തിരുമേനി ഇങ്ങനെ ഹോമം കൊണ്ട് അതിൽ തീ കൊടുത്ത് പിന്നെ ആ ചകിരിയൊക്കെ കൂടെ അങ്ങോട്ട് ചൂടായി അങ്ങോട്ട് പുകഞ്ഞു വരുമ്പോൾ ആ അഗ്നിക്ക് തീവ്രത പോരാ എങ്കിൽ പുക അങ്ങനെ കട്ടിയിട്ട് നിൽക്കും. പിന്നെ കുറച്ച് കർപ്പൂരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ കത്തിക്കുക. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ദുർബല വികാരങ്ങൾ തീവ്രമായാൽ മനസ്സിന് വികസിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ പോലും അതവിടെ മുരടിച്ച പോലെ, വികസിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ നിൽക്കും. അപ്പം നാം അറിയണം, അഗ്നിയുടെ രൂപത്തിൽ നമ്മുടെ മനസ്സതാ, അതിന് ജിജ്ഞാസ എന്ന അഗ്നിയാണ് കേട്ടോ. ഇവിടെ ജിജ്ഞാസയാണ്. എനിക്ക് വളരണം, വികസിക്കണം, എനിക്കെൻ്റെ ജീവിതത്തിൽ കൂടുതൽ മനക്കരുത്ത് നേടാം, ആത്മധൈര്യം വേണം, ഏകാഗ്രത വേണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പുകയായി നിൽക്കുന്ന ഭയം, ദുഃഖം, ദ്വേഷം, കോപം തുടങ്ങിയ ദുർബല വികാരങ്ങൾ അതിനെങ്ങനെ കട്ടിയായിട്ട് നിന്നിട്ട് ഈ ജിജ്ഞാസയാകുന്ന അഗ്നിക്ക് അങ്ങോട്ട് പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് എന്തു വേണം? ഈ ജിജ്ഞാസയെ ഒന്ന് ജ്വലിപ്പിക്കണം. അതെങ്ങനെ ജ്വലിപ്പിക്കുക എന്നുള്ള കൃഷ്ണൻ പറയുന്നുണ്ട്. ഏതായാലും ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ, എന്ത് ഗംഭീരമാണ്. ജിജ്ഞാസയുണ്ട്, നന്നാവണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ ഈ മൂട് പടം, ഈ ഒരു തിക്കായിട്ടുള്ള, നമ്മുടെ കട്ടിയുള്ള, നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ദുർബല വികാരങ്ങൾ ഈ ജിജ്ഞാസയ്ക്ക് നമ്മളെ വികസിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമാക്കുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തെ ഉദാഹരണം ഭഗവാൻ പറഞ്ഞു, കണ്ണാടിയിൽ പൊടി പിടിച്ച പോലെ. ഇപ്പം നമ്മൾ കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറുന്നത്, പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ വീടുള്ളവർക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ ഡൈനിങ് ടേബിളിലായാലും ശരി, ചിലപ്പം വലിയ കണ്ണാടിയുണ്ട്, ടി വിയുടെ നിങ്ങൾ അതിൻ്റെ ഗ്ലാസ്സിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ആ ടി വിയുടെയൊക്കെ മുകളിൽ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാകും. ഈവൻ നിങ്ങൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവർ തുറന്നു വെച്ച് നോക്കൂ, അതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ, അതിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ ധാരാളം പൊടി കാണാം. അപ്പം ഇങ്ങനെ പൊടി പിടിച്ച കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സ് എന്തും റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്, എന്തും അതിനെ പ്രകാശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നാം ഓൾറെഡി കുറേ തോട്ട്സുകൾ നിറച്ചു കഴിഞ്ഞാൽ, വേണ്ടാത്ത ചിന്തകൾ നിറച്ചു കഴിഞ്ഞാൽ, വേണ്ട ചിന്തകൾക്ക് അവിടെ പിടിച്ച് പറ്റാൻ പറ്റില്ല, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ദുർബലത ചിന്തിച്ച് അവരോട് എത്ര നിങ്ങൾ കൗൺസിലിംഗ് ചെയ്താലും, എത്ര നല്ലത് പറഞ്ഞാലും അതവിടെ പിടിക്കില്ല. കാരണം വേണ്ടാത്തത് അവിടെ പിടിച്ചു പറ്റിപ്പോയി. ആ പൊടി അവിടെ നിന്ന് മാറ്റാതെ ആ ഒരു ഷൈനിങ് നമുക്ക് കാണാൻ പറ്റില്ല, ആ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വെളിച്ചം കണ്ണാടിയുടെ മുന്നിൽ വെച്ചാൽ വെളിച്ചം അങ്ങോട്ട് പുറത്ത് വരണ്ടേ പെർഫെക്റ്റായിട്ട്. പക്ഷെ പൊടി പിടിച്ചൊരു കണ്ണാടിയുടെ മുന്നിൽ എത്ര വെളിച്ചം വരും? ഇതുപോലെ മനസ്സിൽ പല
ചിന്തകൾ വന്ന് നിറഞ്ഞു കിടക്കുന്ന ആളുകളോട് പോത്തിൻ്റെ ചെവിയിൽ വേദാന്തം ഓതിയിട്ട് കാര്യമില്ല, വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അവർ ഓൾറെഡി പ്രീ ഓക്യുപ്പൈഡാണ്. അവർ ഓൾറെഡി മാനസികമായി അത്ര സ്വാധീനിക്കപ്പെട്ടു. ഒരുപാട് കുടുംബങ്ങളിൽ അതാ പ്രശ്നം. ഭാര്യാഭർത്ത ബന്ധത്തിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നം അതാണ്. ഭാര്യ ഓൾറെഡി ഭർത്താവിനെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ചിന്തകൾ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ എത്ര ഭർത്താവ് ഉപദേശിച്ചാലും ഭാര്യ മാറില്ല. നിങ്ങൾ നന്നല്ല, നിങ്ങളെ വീട്ടുകാർ ശരിയല്ല, നിങ്ങൾ ശരിയല്ല, ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ്. അപ്പം അതുകൊണ്ടാണ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ തരത്തിൽ കണ്ണാടിയിൽ പൊടി പറ്റിപ്പോയാൽ, മുൻവിധികളുണ്ടായാൽ, കുറേ അഡ്ഡമൻ്റായാൽ നമുക്കൊരിക്കലും പ്രോഗ്രസ് ഇല്ല. കാരണം നമ്മൾ ആ കണ്ണുകൊണ്ട് മാത്രമേ എല്ലാം കാണുള്ളൂ. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നും. ഒരിക്കൽ നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ പറ്റിപ്പിടിച്ചാൽ പിന്നെ നമുക്കത് തന്നെ കാണേണ്ടി വരും. അപ്പം നമ്മുടെയൊക്കെ ആ മുൻവിധികൾ പലപ്പോഴും അപകടങ്ങളുണ്ടാക്കും. കാരണം നമ്മളെ സഹായിക്കാൻ വരുന്നവരെ പോലും നമ്മൾ സംശയിച്ചു പോകും. എന്നാൽ നമ്മളെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർ സഹായിക്കാൻ വരുന്നവരായിരിക്കും, ഒരു പക്ഷേ സഹായിക്കാൻ വരുന്നവർ ഉപദ്രവിക്കുന്നവരുമായിരിക്കും. നിങ്ങൾ നോക്കൂ, നമുക്ക് രാമായണത്തിലത് കാണാം. രാമായണത്തിൽ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിക്കും ലക്ഷ്മണനും വേണ്ടി മരുന്നന്വേഷിച്ച് പോകുമ്പം ഒരു സന്യാസി ഹായ് ശ്രീറാം ജയറാം ജയ ജയറാം ഒരു ഹനുമാൻ സ്വാമി എന്നാണ് കൂട്ടിക്കൊണ്ട്. ഹനുമാൻ സ്വാമി പറഞ്ഞു, എനിക്ക് നല്ല തൊണ്ട വരണ്ട് പറ്റുള്ളൂ, എനിക്ക് വെള്ളം കുടിക്കണം, കമണ്ടലുവിൽ വെള്ളമുണ്ട്, എടുത്ത് കുടിക്കാൻ. ഹനുമാൻ സ്വാമി അത് കുടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു സന്യാസി. ഹേയ് വിഷമിക്കൊന്നും വേണ്ട ഹനുമാൻ സ്വാമി, നിങ്ങളുടെ രാമനെ ലക്ഷ്മണനെ ഉണർന്ന് എനിക്ക് തൃക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന്, ഇവിടെ ഇരുന്ന് വിഷമിച്ചിട്ടൊക്കെ പോയാൽ മതി. ഹനുമാൻ സ്വാമി കുടിക്കാൻ വെള്ളം അന്വേഷിച്ച് പുഴയിൽ ചെന്നപ്പോഴല്ലേ ഒരു മുതലയെ കാണുന്നതും ആ മുതല കടിക്കാൻ വരുന്നത് അതിനെ വലിച്ചു കയറിയപ്പോൾ അതിൽ നിന്ന് ദിവ്യരൂപം പ്രകടമായതും അപ്പോഴാണ് പറഞ്ഞത്, ഈ സന്യാസി നമ്പർ 1 ഫ്രോഡാണ്, കാലനേമി എന്നുള്ള പേരിലുള്ള ആളാണ്, കാലരൂപത്തിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇവനെ വേഗം ശുഗൻ എന്ന് പറയുന്ന ഇവനെ വേഗം അവിടുന്ന് ഇവനെ വേഗം അവിടുന്ന് പറഞ്ഞേക്കണമെന്ന്. ഹനുമാൻ സ്വാമി അപ്പം ശരിയാക്കി കളഞ്ഞവനെ. എന്നിട്ടാണ് പിന്നെ മരുന്നിനെ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന് തന്നെ വഴിമുടക്കാൻ വരുന്ന ആളുകളെപ്പോലെ നമുക്ക് മുൻവിധികളുണ്ടെങ്കിൽ പലപ്പോഴും നല്ലതിനെയും ചീത്തതിനെയും തിരിച്ചറിയില്ല. പലപ്പോഴും നമുക്ക് ഈ മുൻവിധികളായിരിക്കും കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നത്, മുൻവിധികളായിരിക്കാം നമുക്ക് ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിൽ പൊടി പറ്റാതെ സൂക്ഷിക്കാൻ, അതുകൊണ്ടാണ് ഭാരതീയ ഋഷിവര്യന്മാർ ആവർത്തിച്ച് പറഞ്ഞു, ഉപാസനകൾ അനുഷ്ഠാനങ്ങൾ കുറച്ചൊക്കെ പൊടി പോയി കിട്ടും. നിരന്തരമായ ഉപാസനയുടെ ശക്തി കൊണ്ട് പൊടി പറ്റുന്നത് കുറയും, അത് ഒട്ടിപ്പിടിക്കില്ല. അതിനാണ് ഉപാസന. ഉപാസന എന്തിനാണ് ചെയ്യുന്നത്? നാമം ജപിക്കുന്നത് ആത്മശുദ്ധയെ. ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ. ഭഗവത്ഗീതയിൽ തന്നെ ഈ ശ്ലോകം വരുന്നുണ്ട്, യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വ ആത്മശുദ്ധയെ. ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുവല്ലോ, ശങ്കരാചാര്യസ്വാമികളും ഇത് തന്നെയാണ് പറഞ്ഞത്. കർമ്മം എന്തിനാ? സത്കർമ്മം എന്തിനാണ് ചെയ്യുന്നത്? എല്ലാ സത്കർമ്മങ്ങളും ചെയ്യുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലഭ്യത എന്നാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം. അപ്പം ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല അനുഷ്ഠാനങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുൻവിധികൾ പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്നതിൽ കുറേയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടേണ്ടത് പൊരുത്തപ്പെടാനും മാറ്റേണ്ടത് മാറ്റാനും ഒക്കെ സാധിക്കും. അതാണ് ഭാരതത്തിൻ്റെ ആ ഒരു മഹത്വരமான സംസ്കാരം. ഈ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, എല്ലാം കേൾക്കാനും ശരിയായത് തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളൊരു കഴിവാണത്. മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും ഇത്തരം സംസ്കാരങ്ങളില്ല. ഒരുപക്ഷെ അമേരിക്ക നിങ്ങൾ പറയുന്ന പോലെ ഒരു ഡെമോക്രാറ്റിക് ഫെഡറൽ കൺട്രി ആയിരിക്കാം, പക്ഷേ അവിടെ ഒരു പ്രസിഡൻറ്റിനാണ് ഫുൾ പവർ. അതിൽ ഡെമോക്രസി എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. പ്രസിഡൻറ്റിന് തോന്നുകയാണ് ഇതെന്ന്. അതുകൊണ്ട് ഓരോ പ്രസിഡൻറ്റും പോളിസി ഡിഫറൻ്റ് ആയിരിക്കുന്നത്. ചൈന ഒട്ടും പറയേണ്ട, അത് ഫുൾ ഏകാധിപത്യമാണ്. അതവിടെ പ്രസിഡൻറ്റിന് കുറച്ച് കമ്മ്യൂണിസ്റ്റ് അവരുടെ ലീഡേഴ്സ് ഉണ്ട്, അവർ പറയണം തകർക്കണം എന്ന് പറഞ്ഞാൽ തകർക്കണം, കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലണം, അത്രയും. അവരെ സംബന്ധിച്ച് അത് പട്ടാളം ബേസ്ഡാണ്, അവർക്ക് പട്ടാള ശക്തിയാണ്. അമേരിക്കയെ സംബന്ധിച്ച് പട്ടാളം ഉണ്ടെങ്കിലും ആയുധശക്തിയും സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രാജ്യമാണ് അമേരിക്ക.
അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ടെക്നോളജിയിലും അവരാണ് ടോപ്പ്. മൂന്നാമത്തത് രാജഭരണമുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ഏകാധിപത്യ രാജ്യങ്ങളല്ലേ, അതൊക്കെ അവിടുത്തെ രാജാവിൻ്റെ തീരുമാനമാണ്. രാജാവിന് കുറേ ആളുകളുണ്ടാവും അവരുപദേശിക്കുന്ന പോലെ. എന്നാൽ ഭാരതത്തിൽ മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വിമർശിക്കാം, കോടതികളിൽ ചോദ്യം ചെയ്യാം. എല്ലാം ഒരു ജനാധിപത്യ സംസ്കാരം. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് ഏത് ബില്ല് വയ്ക്കുമ്പോഴും ഒരു ചർച്ച ചെയ്തിട്ടേ ബില്ലുകൾ പാസ്സാക്കുള്ളൂ. അതിന് കൂടുതൽ വോട്ട് കിട്ടിയാൽ മാത്രമേ അത് പാസ്സാവുള്ളൂ. അല്ലാതെ പ്രസിഡൻറ്റ് കയറി അങ്ങോട്ട് അമേരിക്കയെ പോലെ ഡിക്ലെയർ ചെയ്ത ബില്ലാവില്ല. ഗൾഫ് രാജ്യങ്ങളെപ്പോലെ അവിടുത്തെ ഭരണാധികാരി ഉണ്ടാക്കുന്നു, ഭരണാധികാരി താൻ തന്നെ ഉണ്ടാക്കി താൻ തന്നെ ഒപ്പിടുന്ന സംവിധാനമല്ലത്. ഇത് പാർലമെൻറ്റിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഇത് പാസ്സാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യം പോലെ ഒരു രാജ്യം ലോകത്തിലില്ല ഇത്ര ഡെമോക്രാറ്റിക് ആയിട്ട്. കുറച്ച് രാജ്യങ്ങളുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല, കുറച്ച് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ ഏറെക്കുറെ നമ്മുടെ ഒരു സംസ്കാരം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ജർമ്മനി ഏറെക്കുറെ. എന്നാലും പരിമിതികളുണ്ട്. അവിടെയൊക്കെ പ്രസിഡൻറ്റിന് പരിപൂർണ്ണ അധികാരമുണ്ട്. പ്രസിഡൻറ്റ് പറഞ്ഞാൽ അതാണ്. അവിടുത്തെ പ്രധാനമന്ത്രിക്കൊക്കെ പല രാജ്യങ്ങളിലും അധികാരമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ഈ ഒരു സംവിധാനം, ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാം. നമ്മുടെ കോടതികൾക്കൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രീഡം ഉണ്ട്. മറ്റ് രാജ്യങ്ങളിൽ കോടതികളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഗവൺമെൻറ് ടോട്ടൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അങ്ങനെ ഒരു മുൻവിധികൾ ഉണ്ടാവരുത്. എല്ലാ മുൻവിധികളോടുകൂടി കാണാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും കാണേണ്ടതിനെ കാണില്ല, കാണാൻ പാടില്ലാത്ത നമ്മൾ കാണുകയും ചെയ്യും. മനസ്സിലാവുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പൊടി പറ്റിയ മനസ്സോടുകൂടി നാം ജീവിതം നയിക്കരുത്. കേട്ട് കാണും, വളരെ ഗംഭീരമായൊരു കഥയാണ്. ഈ മാനേജ്മെൻറ്റിൽ പറയുന്നൊരു കഥയാണ്. ഒരു ഷൂ ഇല്ലാത്ത നാട്ടിൽ ഒരുത്തൻ ഷൂ വിൽക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഷൂ ധരിക്കാത്തവരാണ്, അതുകൊണ്ട് ഷൂ ചിലവാവില്ല എന്നുള്ളൊരു മുൻവിധിയിലാണ്. വീണ്ടും വേറെ റെപ്രസെൻറ്റേറ്റീവ് പോയി. അവിടെ അയാൾ ഷൂ ഇട്ടുകൊണ്ട് കൃഷിപ്പണിയിലൊക്കെ അവരെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു ബൂട്ടിട്ട് ഷൂ കൃഷി ചെയ്യുമ്പോൾ കാലിൽ രോഗം വരില്ല, അതുപോലെ ഷൂ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കാലിൽ രോഗം വരില്ല എന്നൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹം ക്രമേണ അവിടെ അവസാനം ഒരു കമ്പനി തന്നെ രൂപപ്പെടുത്തി. ആളുകൾ ഷൂ ധരിക്കാൻ തുടങ്ങി. ആ മുൻവിധിയുള്ളവർക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല. അമ്മാവ തല്ലണ്ട നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ അവൻ നന്നാവില്ല. അതുകൊണ്ടാണ് ഏത് രാഷ്ട്രീയത്തിലും പല മുൻവിധികളുള്ളവർ, തുറന്ന മനസ്സില്ലാത്തവർ, ഞങ്ങളുടേത് മാത്രം ശരിയെന്ന് വിചാരിക്കുന്നവർ പ്രോഗ്രസ് ചെയ്യാത്തത്. രണ്ടാമത്തത്, കണ്ണാടിയിൽ പറ്റിയ പൊടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ ഉള്ളിൽ അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ ആശയങ്ങൾ. നമുക്ക് ശരിയായിരിക്കാം, പക്ഷെ അത് തെറ്റാണെന്ന് കാലം തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അത് തെറ്റായിരുന്നു. പക്ഷേ സമയം വൈകിപ്പോവും. മൂന്നാമത്താണ് നല്ല കട്ടിയുള്ള പാടയ്ക്കുള്ളിൽ കിടക്കുന്ന ഉൽബേനാവൃത ഗർഭം, ആ പ്ലസൻ്റയിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ. ഇതെന്താണ്? ആ കുട്ടിക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ആ പ്ലസൻ്റ് പൊട്ടണം, അല്ലേ? ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്ന അങ്ങനെയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം വളരെ അഡമൻ്റായി ഒന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറില്ലെങ്കിൽ നമുക്കൊരു പ്രവണതയുണ്ട്. നാം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയെപ്പോലെ നാം പറയുന്നത് മാത്രം ശരി. ആ കുട്ടിക്ക് അമ്മയുടെ ശരീരത്തിലെ ആശ്രയിച്ച് നിന്നേ പറ്റുള്ളൂ. പുറത്തു വരുന്നത് വരെ ആ കുട്ടി ആശ്രയത്തിലാണ്. അമ്മ കഴിക്കുന്ന ആഹാരം ആ കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കും. അമ്മയുടെ കിടപ്പ്, അമ്മയുടെ രീതികൾ, അമ്മയുടെ ചിന്തകളൊക്കെ കുട്ടിയെ സ്വാധീനിക്കും. ഇതുപോലെ എൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം, ഞാനാണ് എല്ലാം എന്നുള്ള സുപ്പീരിയോറിറ്റിയിലേക്ക് നമ്മൾ വന്നാൽ, ഞാൻ പറയുന്നത് ശരി, എൻ്റെ ചിന്തകൾ ശരി, എൻ്റെ ആശയം ശരി, മറ്റുള്ളതൊന്നും ഞാൻ ഉൾക്കൊള്ളില്ല, ഇങ്ങനെ എനിക്ക് ചുറ്റും ഒരു വലിയ കട്ടിയുള്ള ആവരണം ഉണ്ടാക്കി മറ്റുള്ളവരെ നമ്മൾ ഞെക്കി ഞെരുക്കാൻ ശ്രമിച്ചാൽ ഈ അടിച്ചമർത്തപ്പെട്ടവരൊക്കെ ഒരു ദിവസം പുറത്തു വരും. ഏകാധിപതികൾക്കൊക്കെ അതാ പറ്റിയത്. അവരുടെ ഗർഭത്തിലിരിക്കുന്ന പോലെയാണ് അവരുടെ ലോകം. അപ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന, ഗർഭത്തിലിരിക്കുന്ന ശിശുവാണ് അവർക്ക് ലോകം. അതുകൊണ്ട് അവർ ഏകാധിപതികളായി അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇന്ന് ചൈനയൊക്കെ ഉണ്ടല്ലോ, ആ സ്ഫോടനത്തിൻ്റെ വക്കൽ നിൽക്കുന്ന രാജ്യമാണ്. അവിടുത്തെ 80% ആളുകൾ ഏകാധിപത്യത്തിനെതിരാണ്. കാരണം അവർ കാണുന്നുണ്ട് ഡെമോക്രസി എല്ലാം. ഞാൻ നിങ്ങളോടത് പറയുമ്പോഴല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അന്ധമായി ചൈനയെ കുറ്റപ്പെടുത്തുന്നത്. ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു 6-7 മാസം മുമ്പ് ഞാൻ ചൈനയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ
ചൈനീസ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. ചൈനീസ് ഗൈഡ് അതിൽ ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചിട്ട് ബോലോ ഭാരത് മാതാക്കി ബോലോ ഭാരത് നമ്മുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു കൊടുത്താണ്. അയാൾക്ക് എന്തൊരു ആവേശമായിരുന്നു അറിയോ. അപ്പോൾ എന്താ അയാളോട് അയാൾ പറഞ്ഞു ചൈനീസ് ഞാൻ വിളിക്കില്ല എന്ന്, ഇതേ വിളിക്കുള്ളൂ എന്ന്. അപ്പോൾ അത്ര ഒരു ആവേശം. ഒരു പക്ഷേ നിങ്ങൾ പറയും അതൊക്കെ ഒരു എക്സെപ്ഷണൽ കേസ്, കാരണം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലോ. പക്ഷേ അദ്ദേഹം എന്നല്ല, അനവധി ആളുകൾ നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടെ എത്രയോ മലയാളികളുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ, ഒരുപാട് മലയാളികൾ. ഞാൻ തന്നെ മലയാളികൾക്ക് വേണ്ടി അവിടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ അവിടുത്തെ പൾസ് മനസ്സിലാവും നമുക്ക്. കാരണം അവരൊക്കെ ഏകാധിപതികളുടെ അട്ടക്കല്ലും ഒതുക്കല്ലും അടിച്ചമർത്തലും പട്ടാളത്തെ വെച്ച് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഒരു കാലഘട്ടം വരെ പോവും. കുറച്ച് കാലം അതിനൊക്കെ ഇപ്പം രാവണനായാലും ശരി, അതുപോലെ തന്നെ നമുക്ക് കൗരവന്മാരായാലും ശരി, 10-14 വർഷമൊക്കെ വണ്ടി ഓടും. പക്ഷേ അതിന്നൊക്കെ ലോകം പുറത്തു വരും. ലോകം ഒരിക്കലും ആരുടെയും കൺട്രോളിൽ നിൽക്കാൻ പോകുന്നില്ല. കാരണം മനുഷ്യ മനസ്സ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് മതാധിപത്യം. മതം മറ്റുള്ളവരെ നിയന്ത്രിച്ച് ഞങ്ങളുടെ മാത്രം മതം ശരി എന്നുള്ള കാഴ്ചപ്പാടുള്ളവർക്കുണ്ടല്ലോ, ആ മതങ്ങളെയൊക്കെ ജനം തുടച്ചു നീക്കും. കുറേയൊക്കെ അവർക്ക് നശീകരണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കാലം ഒരിക്കലും അതിനെയൊന്നും നിലനിർത്തില്ല. കാരണം വികസിക്കുകയാണ് ലോകം, എല്ലാം വികാസത്തിലാണ്. ഒന്നിനെ നിങ്ങൾക്ക് അടക്കി പിടിച്ചു വെക്കാൻ പറ്റുക. ഒരു ദിവസം ഗർഭപാത്രത്തിലുള്ള കുട്ടി പുറത്തു വരും, വന്നേ പറ്റുള്ളൂ. എത്ര കാലം അമ്മയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കട്ടിയുള്ള പാടയുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയായാലും 9-ാം മാസം കഴിഞ്ഞാൽ കുട്ടി പുറത്തു വരും. ഇതുപോലെയാണ് ഈ അടക്കി വെച്ചിരിക്കുന്നതൊക്കെ പുറത്തു വരും. ഈവൻ നമ്മുടെ ഉള്ളിലുള്ള ദുർബല വികാരങ്ങൾ, അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അടക്കി വെച്ചാൽ പുറത്തു വരും. അതുകൊണ്ട് നാം എപ്പോഴും ഒരു കാര്യം അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഉപാസനാദി സംസ്കാരങ്ങൾ ശരിക്ക് പരിശീലിപ്പിച്ചില്ല എങ്കിൽ അവരുടെ ഉള്ളിൽ എന്തൊക്കെ അടക്കി വെച്ചിട്ടുണ്ടോ അത് പുറത്തു വരും. അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം, നാളെ ഏതെങ്കിലും ഒരുത്തൻ്റെ മേൽ ഇവൾ തൂങ്ങും. കാരണം അവിടെ സ്നേഹം കിട്ടിയാൽ അങ്ങോട്ട് ചാഞ്ഞു പോകും. ഉള്ളിൽ അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ കിട്ടുന്നിടത്തേക്ക് അത് ചായും. അച്ഛനമ്മമാരാണ് കുട്ടികളെ പ്രേമത്തിലേക്ക് വീഴ്ത്തുന്നത്. കുറേ അച്ഛനമ്മമാർ ശ്രദ്ധ വയ്ക്കണം ഇതിൽ. ഒന്നാമത് രണ്ടാമത്തെ കുട്ടിയൊക്കെ വരുമ്പോൾ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. വാക്കുകളെ കൊണ്ട് കൂടുതൽ അവളുടെ മനസ്സിനെ കൂടുതൽ സ്നേഹത്തിൽ പരിചരിക്കാൻ പറ്റണം. കാരണം സ്നേഹം കിട്ടുന്നില്ല, രണ്ടാമത്തെ കുട്ടിയോടാണ് താല്പര്യം, എന്നെ അവഗണിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും ആ കുട്ടി സ്നേഹത്തിന് വേണ്ടി എവിടെയെങ്കിലും ചായും. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കല്യാണം കഴിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും മനസ്സിൽ സമ്പത്തിനോട് അതിന് തന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ, തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്നുവെങ്കിൽ അവരുടെ ആർത്തി അതിനെ നമ്മൾ അവഗണിക്കരുത്. ഇത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത്, അല്ലെങ്കിൽ അവരെ ആത്മീയമായ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ അറ്റൻഷൻ മാറ്റിയിട്ടില്ലെങ്കിൽ ഉപദ്രവങ്ങൾ കൂടിക്കൂടി വാക്കുകൊണ്ടും മറ്റും ഉപദ്രവം കൂടി വന്നാൽ ഒരു ദിവസം അസഹനീയമായ മാനസികാവസ്ഥയിലേക്ക് എത്തി കയറെടുക്കേണ്ടി വരും. ഇതൊക്കെ നാം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദുർബല വികാരങ്ങളെ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി എപ്രകാരമാണോ ഒരു ഉൽബേണാവൃതം, അതായത് പ്ലസൻ്റയ്ക്കുള്ളിൽ കിടക്കുന്നത് പോലെ നാം അതിനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നാളെ അത് പൊട്ടിത്തെറിക്കും. നമുക്കും മറ്റുള്ളവർക്കും അതൊരു വലിയ ദുരന്തമാവും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇതിനെ നാം കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുക, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.